ഇന്ധനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, ഏവിയേഷൻ ഓയിൽ തുടങ്ങിയ ഇന്ധനങ്ങളാക്കി മാറ്റിയതിനു ശേഷം തിരിച്ച് കപ്പലിലേക്ക്, റിഫൈനറിൽ നിന്നും കപ്പലിലേക്ക് പമ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പൈപ്പ് ലൈൻസ് വഴിയാണ്. ഇതാണ് STB എന്ന് പറയും, സൗത്ത് ടാങ്കർ ബെർത്ത്. ഇതിന് മറ്റൊരു പേരും കൂടി ഇതിന് നോർത്ത് ടാങ്കർ ബെർത്ത് എന്ന് പറയും. MTB ആൻഡ് STB. അതിന് രണ്ട് പൈപ്പ് ലൈൻസ്, ഒന്ന് ക്രൂഡ് ഓയിൽ കടത്തിക്കാനും രണ്ട് റിഫൈനറിൽ നിന്ന് തിരിച്ച് ഇന്ധനങ്ങൾ കപ്പലിലേക്ക് കയറ്റാനും. അതുപോലെ കപ്പലുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടാകുക കൊച്ചിൻ ഷിപ്പ് യാർഡ് ലെഫ്റ്റ് സൈഡിൽ കാണാം. കപ്പലുകൾ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ലാർജ് ഷിപ്പിംഗ് മാനുഫാക്ചറിങ് ആൻഡ് മെയിൻ്റെനൻസ് സെൻ്ററാണ്. അതായത് ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ്. ഈ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ആദ്യമായിട്ട് നിർമ്മിച്ച കപ്പൽ ആരെങ്കിലും ഒരു എന്നെ കൊടുത്തില്ല. പണ്ടൊരു സിനിമ നടിയുടെ പേരുണ്ടായിരുന്നൊരു കപ്പലുണ്ടായിരുന്നു. ചക്കീരൊന്നുമില്ല. ഏതാ പറയണ്ട, ആരെ പറഞ്ഞു എവിടെ പറയേ? റാണിയല്ല, റാണി പത്മിനി കേട്ടുണ്ടോ? റാണി പത്മിനി എന്ന് പറഞ്ഞ നടിനെ കേട്ടുണ്ടോ നിങ്ങൾ? റാണി പത്മിനിയുടെ പേരുള്ള കപ്പൽ, ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. അതിനുശേഷം കൈരളി നിർമ്മിച്ചു. അങ്ങനെ വന്ന് ഒരുപാട് കപ്പലുകൾ നിർമ്മിച്ചതിന് ശേഷം റീസെൻ്റ്ലി നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ കപ്പൽ നിർമ്മിച്ചു. ഈ അടുത്ത് INS വിക്രാന്ത് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിനെ പറ്റി കേട്ടോ? നമുക്ക് 3 എയർക്രാഫ്റ്റ് കാരിയറാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. സ്വന്തമായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് നമ്മുടെ രാജ്യം സ്വന്തമായിട്ട് നിർമ്മിച്ച എയർക്രാഫ്റ്റ് കാരിയർ 25,000 കോടി രൂപ മുതൽ മുടക്കിൽ 2 ഐഫിൽ ടവറിന് ഈക്വലായിട്ടുള്ള സ്റ്റീലോട് കൂടി 30ഓളം എയർക്രാഫ്റ്റുകളും 4 ഹെലികോപ്റ്റേഴ്സൊക്കെ ഒരുമിച്ച് ക്യാരി ചെയ്യാൻ പറ്റുന്ന വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചു. INS വിക്രാന്ത് രണ്ടാമത്. അത് കൊച്ചിൻ ഷിപ്പ് യാർഡാണ് നിർമ്മിച്ചത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് നമ്മൾ കിടക്കുന്ന കപ്പലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വാർഷിപ്പുകളാണ്, യുദ്ധക്കപ്പലുകളാണ്. INS ജമുന, INS തരങ്കിണി, നീലഗിരി, അതുപോലെ INS ധ്രുവ്, INS ശോഭിത, ഒരുപാട് കപ്പലുകൾ. ഈ കിടക്കുന്ന കപ്പലുണ്ടോ? ഈ യെല്ലോ, മഞ്ഞ കളറും കറുപ്പ് കളറും കൂടിയുള്ള കപ്പൽ, ഇതൊരു മണ്ണുമാന്തി കപ്പലാണ്. അതായത് ആഴം കൂട്ടാൻ വേണ്ടി വെള്ളത്തിനടിയിൽ നിന്നും മണ്ണും ചെടിയൊക്കെ വാരിയിടുന്ന കപ്പലാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡ്രഡ്ജറാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇടത്ത് വശത്ത് കാണുന്നത് നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട അത്ഭുതകരമായിട്ടുള്ള ദ്വീപാണ്. ഇതുപോലത്തെ ഒരു ദ്വീപ് നമ്മുടെ ലോകത്ത് വേറെ ഇല്ല. ഈ ഐലൻഡിൻ്റെ പേര് വില്ലിംഗ്ടൺ എന്നാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വില്ലിംഗ്ടൺ? എവിടെയാണ് കേട്ടിട്ടുള്ളത് വില്ലിംഗ്ടൺ? എന്താണ് ഐലൻഡിൻ്റെ പ്രത്യേകത? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ 100% മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദ്വീപാണ്. ആർട്ടിഫിഷ്യലായിട്ട്, കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദ്വീപാണ്. ലോർഡ് വില്ലിംഗ്ടൺ പ്രഭു നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, അന്ന് അദ്ദേഹം മദ്രാസിൽ ഗവർണറായിട്ട് ഇരിക്കുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ നടത്തിയിരുന്ന സ്ഥലമായിരുന്നു നമ്മുടെ കൊച്ചി. പക്ഷേ കൊച്ചിയിലേക്ക് കപ്പലടുപ്പിക്കാൻ വേണ്ടി ഒരു തുറമുഖം ഇല്ലാത്തത് മനസ്സിലാക്കിയിട്ട് ഈ വില്ലിംഗ്ടൺ പ്രഭുവാണ് ഇങ്ങനെയൊരു തുറമുഖം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹാർബർ എഞ്ചിനീയറായ സർ റോബർട്ട് ബ്രിസ്റ്റോയ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറെ കണക്ട് ചെയ്യുന്നത്. അദ്ദേഹം ബ്രിസ്റ്റോയുടെ വന്നതിന് ശേഷം ഈ കായലിനെ പറ്റി ആദ്യം അഗാധമായിട്ട് ഒരുപാട് നാൾ പഠനം നടത്തിയിട്ട് 2 മണ്ണുമാന്തി കപ്പലുകൾ, ഇതുപോലെ 2 ഡ്രഡ്ജറുകൾ സ്കോട്ട്ലൻഡിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് കൊച്ചിക്കാർ ആദ്യമായിട്ട് കപ്പൽ കാണുന്നത്. ഈ 2 മണ്ണുമാന്തി കപ്പൽ കൊണ്ടുവന്നിട്ട് നിരന്തരമായിട്ട് കൊച്ചിക്കാർ ഡ്രഡ്ജ് ചെയ്യാൻ തുടങ്ങി. മണ്ണ് മാന്തി എടുത്ത് ആഴം കൂട്ടാൻ തുടങ്ങി. അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഈ മണ്ണും ചെളിയും എക്കലും ചരലും ഇതെല്ലാം ഒരു വശത്തേക്ക് കൂട്ടിയിട്ട് തുടർച്ചയായിട്ടുള്ള 20 വർഷം കൊണ്ട് നിർമ്മിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്. 7.5 കിലോമീറ്റർ നീളമുണ്ട് ഇതിന്. അതുപോലെ 3.5 കിലോമീറ്റർ വീതിയുമുള്ള ഐലൻഡാണ്. ഇതിന് അത്ഭുതകരമായിട്ടുള്ള ഐലൻഡ് എന്ന് പറയാനൊരു കാരണമുണ്ട്. ദ്വീപെന്ന് നമ്മൾ എന്തിനാണ് വിളിക്കുന്നത്? 4 വശവും ചുറ്റിനും വെള്ളമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ദ്വീപ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി എന്നുള്ളത് ആദ്യത്തെ കാര്യം. ആദ്യത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആദ്യം അദ്ദേഹം നിർമ്മിച്ചത് ഈ തുറമുഖമാണ്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട സീപോർട്ടാണ്. വലിയ കപ്പലൊക്കെ വരുന്ന സീപോർട്ടാണ്. അതുപോലെ അത് നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം ഇതിനകത്ത് വലിയൊരു വിമാനത്താവളം ഉണ്ടാക്കി. ഈ ദ്വീപിനകത്ത് വലിയ വിമാനത്താവളം ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹെലികോപ്റ്റേഴ്സൊക്കെ പുറകിലുണ്ടോ? ഇതെല്ലാം ഇതിനകത്ത് നട്ടാണ്. ഹെലികോപ്റ്റേഴ്സൊക്കെ നേവിയുടെ ഹെലികോപ്റ്റേഴ്സാണ്. അതിന് ഇന്ത്യൻ നേവിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം റൺ ചെയ്യുന്ന ഒരു എയർപോർട്ടാണ്. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ കൊച്ചിയിൽ വരാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്നത് ഇപ്പോഴും ഇതിനകത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഈ എയർപോർട്ടാണ്. അതുപോലെ തന്നെ ഈ ദ്വീപിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയുണ്ട്. ഒരു ദ്വീപിനകത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ ചിന്തിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ കൺസ്ട്രക്ഷൻ. അതായത് ഒരു വിമാനത്താവളം, ഒരു തുറമുഖം, ഒരു റെയിൽവേ സ്റ്റേഷൻ, ഇത് 3 കൂടി ഉൾപ്പെട്ട ഐലൻഡാണ് വില്ലിംഗ്ടൺ. നിങ്ങൾ പെന്ന സിമെന്റ് എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? പെന്ന സിമെന്റ് കേട്ടിട്ടുണ്ടോ? പെന്ന എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതിന് പരസ്യം കുറവാണ്, അതാ കേൾക്കാറുണ്ട്. സുവാരി സിമെന്റ് കേട്ടിട്ടുണ്ടോ? കുറച്ച് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അംബുജ സിമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കുറച്ചും കൂടി ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അൾട്രാടെക് എന്ന് കേട്ടിട്ടുണ്ടോ? അതെല്ലാവരും കേട്ടിട്ടുണ്ടോ? കാരണം ആട് കൂടുതലാണ്. അപ്പോൾ അവിടെ കാണുന്ന സൈലോണൊക്കെ സിമെന്റ് സൈലോണാണ് കേട്ടോ. പെന്ന സിമെന്റ് ടാങ്കർ കാണാം. അതിനകത്തൊക്കെ സിമെന്റ് സ്റ്റോറേജ് വെച്ചിട്ട് സിമെന്റ് ഇവിടെയാണ് പാക്ക് ചെയ്യുന്നത്.
സിമെൻറ്റ് ഇവിടെ എത്തുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും ഇവിടെയാണ് സിമെൻറ്റ് പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. കപ്പൽമാരുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ പെന്ന സിമെൻറ്റിൻ്റെ സൈലോൺ, അതുപോലെ അവിടെ സുവാരി സിമെൻറ്റ് കാണാം, അംബുജ സിമെൻറ്റ്, രാംകോ, ഇതൊക്കെ സിമെൻറ്റ് ഇവിടെ നിന്നാണ് വരുന്നത്. ഇതാ നിങ്ങളുടെ ഇനത്ത് വെസ്റ്റ് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ ഒരുപാട് ടയറുകൾ ഇങ്ങനെ ചുറ്റും തൂക്കിയിട്ടിരിക്കുന്ന വെസൽ കണ്ടോ. ഈ ചെറിയ ബോട്ട്, ഇത് കുഞ്ഞു ബോട്ടാണെങ്കിലും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകൾ ഘടിപ്പിച്ചുള്ളതാണ് ഈ ടഗ് വെസൽസ് എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ കപ്പലുകളെ തുറമുഖത്തേക്ക് അടുപ്പിക്കുന്നതാണുണ്ടോ. സാധാരണ ബോട്ടുകൾ ബോട്ട് ജെട്ടിയിലൊക്കെ അടുപ്പിക്കുന്നുണ്ടാവും അല്ലേ, സിമ്പിളായിട്ടുള്ളൊന്നും അടുപ്പിക്കാം. പക്ഷെ അതുപോലെ കപ്പലുകൾ അടുപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ കപ്പലുകൾ ചെയ്യുന്നത്, കാരണം അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം, കപ്പലുകൾ അത്രയും ടൺ കണക്കിന് ഭാരമുള്ളതാണ് ഈ കപ്പലുകൾ. പക്ഷേ ഇത് വന്ന് തുറമുഖത്ത് പതിയെ മുട്ടിയാൽ മതി, തുറമുഖം പൊട്ടിപ്പോകും അല്ലെ, പൊളിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലുള്ള ടഗ് വെസൽസ് ആണ് മദർ ചാനൽ, അതായത് നമ്മുടെ അഴിമുഖത്ത് കൊണ്ടുപോയിട്ട് കപ്പലിനെ കൂട്ടിക്കൊണ്ട് വരും. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും, കപ്പൽ ഇവിടെ വന്ന് നിൽക്കും, അതിൻ്റെ മദർ ചാനലിൽ കൊണ്ട് കപ്പൽ ഇവിടെ നിന്ന് നിർത്തിയിടും. അപ്പോൾ ഇതുപോലെ ടഗ് വെസൽസ് കപ്പലിൻ്റെ ഒരു വശത്ത് വന്ന് ഇടിച്ച് നിന്നിട്ട് അതിനെ പുഷ് ചെയ്തിട്ടാണ് തള്ളി നീക്കിയാണ് കരയിലേക്ക് അടുപ്പിക്കുന്നത്. അതുപോലെ കപ്പലിനോട് തിരിച്ചു പോകാൻ സമയമാകുമ്പോൾ അതിന് രണ്ട് സൈഡിലും റോപ്പ് ഇട്ടിട്ട് തിരിച്ചു വലിക്കും. വലിയ കപ്പലിന് ഈ വലിപ്പം കൂടുന്നതനുസരിച്ച്, കപ്പലിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ടഗ് വെസൽസിൻ്റെ എണ്ണം കൂടും. അതിനെ റോപ്പ് ഇട്ട് തിരിച്ചു വലിച്ചിട്ട് അതിനെ വളച്ചു കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വളരെയധികം കപ്പാസിറ്റിയുള്ള പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് ടഗ് വെസൽസ് എന്നാണ് ഇതിന് പറയുന്നത്. അതുപോലെ അതാ കഴിയുന്ന MV ലെഗൂൺസ് എന്ന് പറയുന്ന കപ്പൽ, ബാക്ക് സൈഡിൽ MV കോറൽസ് എന്ന് പറയുന്ന കപ്പൽ വേണം. ഇത് ലക്ഷദ്വീപ് കപ്പലാണ്. ഇവിടുന്ന് പാസഞ്ചേഴ്സുമായിട്ട് ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രാ കപ്പലാണ്. അതുപോലെ MV ലെഗൂൺസ്, കോറൽസ്, ലക്ഷദ്വീപ് സി, അറേബ്യൻ സി, MV കവരത്തി തുടങ്ങിയുള്ള കപ്പലുകൾ ഇവിടെ നിന്ന് നിരന്തരമായിട്ട് ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് പാക്കേജ്, സമുദ്ര പാക്കേജ് വഴിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ സ്പോൺസർഷിപ്പ് വഴിയൊക്കെ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൻ്റെ താഴെ നിങ്ങൾക്ക് 2 ഡോറുകൾ കാണാം. നോക്കി, പുറകിലും മുമ്പിലും ഓരോ ഡോറുകളുണ്ട് കേട്ടോ, കണ്ടോ. ഇന്ത്യയിലുള്ള മറ്റു കപ്പലുകൾക്കൊന്നും നിങ്ങൾക്ക് താഴെ ഡോറുകൾ കാണാൻ പറ്റില്ല. ഒരു കപ്പലുകൾക്കും താഴെ ഇതുപോലെ ഡോറുകൾ ഉണ്ടാവില്ല. ഇത് ലക്ഷദ്വീപ് കപ്പലുകളുടെ മാത്രം സവിശേഷതയാണ്. കാരണം ലക്ഷദ്വീപിൽ കപ്പൽ അടുപ്പിക്കാൻ വേണ്ടി തുറമുഖമൊന്നുമില്ല. അപ്പോൾ ഒരു പോയിന്റ് കൊണ്ടുപോയി കപ്പലിൽ നങ്കൂരം ഇടും. ആങ്കറിട്ടതിന് ശേഷം അതിന് താഴേക്ക് വരുന്ന ചെറിയ വഞ്ചിയിലും ബോട്ടിലൊക്കെ ചാടി കയറിയിട്ടാണ് ആൾക്കാർ പല ദ്വീപുകളിലേക്ക് അവിടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അതിൻ്റെ 2 ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മലയാള സിനിമ ലെഗൂൺസിൽ നമ്മുടെ അനാർക്കലി എന്ന് പറയുന്ന മലയാള സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കപ്പലാണ്. അപ്പോൾ ഇതുപോലെ ഈ ഐലൻഡിൻ്റെ ഭാവി കാലത്ത് വെള്ളപ്പൊക്കം പോലെയുള്ള വിനാശങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനും മണ്ണൊലിപ്പ് തടയാനും വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഡയമണ്ട് ഐലൻഡ്സിൽ റൈറ്റ് സൈഡിൽ ഈ കണ്ടൽ കാടുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. വെല്ലിംഗ്ടൺ ഐലൻഡ് കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ദ്വീപുകളുള്ള സ്ഥലമാണ് കൊച്ചി. ഇപ്പോഴും നമുക്ക് വാഹനമാർഗം എത്താനും സാധിക്കാതെ, അതായത് വഞ്ചിനെയും ബോട്ടിനെയൊക്കെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ കുറങ്കോട്ട എന്ന് പറയുന്ന ദ്വീപ് കേട്ടിട്ടുണ്ടോ? കുറങ്കോട്ട ഇപ്പോഴും അങ്ങോട്ട് വണ്ടിക്ക് പോകാൻ പറ്റില്ല. വണ്ടിയുള്ള ആൾക്കാർ ഇപ്പുറത്തെ കരയിൽ വണ്ടി വെച്ചിട്ട് വഞ്ചി കയറി വേണം ദ്വീപിലേക്ക് സഞ്ചരിക്കാൻ. അങ്ങനൊരു ദ്വീപുണ്ട്. അതുപോലെ തന്നെ താന്തോണി തുരുത്തെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പൈപ്പിൻ ചോട്ടിൽ പ്രണയം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത താന്തോണി തുരുത്ത്. അങ്ങോട്ടും പാലമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾ താമസം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ദ്വീപുകളുണ്ട്. പിന്നെ മൂലംപിള്ളി, പിഴല, രാമൻ തുരുത്ത്, ചനിയൻ തുരുത്ത്, കടമക്കുടി, മുത്തോട്ട് തുരുത്ത്, പെരുമ്പളം, ഇതൊക്കെ ദ്വീപുകളാണ്. അതിൽ പ്രധാനപ്പെട്ട 3 ഐലൻഡ്സ്, വില്ലിംഗ്ടൺ ഐലൻഡ് കൂടാതെ പ്രധാനപ്പെട്ട 3 ഐലൻഡ്സിൽ ഒന്ന് മുളവുകാട് എന്ന് പറയുന്ന ദ്വീപാണ്. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ആ മഞ്ഞ കളറിലെ ബിൽഡിംഗ് നിൽക്കുന്നത് കണ്ടോ? ഇതാണ് മുളവുകാട് ദ്വീപ്. അത്യാവശ്യം വലിയ ഐലൻഡാണ്. പ്രധാനപ്പെട്ട ഐലൻഡ്സിൽ ഒന്നാണ് മുളവുകാട്. ആ ബിൽഡിംഗ് നിൽക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് ഹയാത്താണ്. ലുലു ഗ്രൂപ്പിൻ്റെ 2ാമത്തെ പ്രൊജക്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 7 സ്റ്റാർ കൺവെൻഷൻ സെൻ്ററിൽ ഒന്നാണ് ഗ്രാൻഡ് ഹയാത്ത്. അത് നിൽക്കുന്നത് പണ്ടത്തെ പോഞ്ഞിക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോഞ്ഞിക്കര ഉണ്ടോ? പോഞ്ഞിക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. പോഞ്ഞിക്കര റാഫി കേട്ടല്ലേ? റാഫിനൊക്കെ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ബോൾഗാട്ടി എന്നാണ്. ബോൾഗാട്ടി അവിടെ കൊട്ടാരമുണ്ട്. കൊച്ചി രാജാവിന് വേനൽക്കാല വസതിയായിട്ട് ഡച്ചുകാർ സമ്മാനമായിട്ട് കൊടുത്ത കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ്. ബാലരാമവർമ്മ തിരുമനസിന് ഡച്ചുകാർ സമ്മാനിച്ച കൊട്ടാരം. നമ്മുടെ വെള്ളി നക്ഷത്രം കണ്ടിട്ടില്ലേ സിനിമ? പ്രയത്തിൻ്റെ പടം കണ്ടെത്താൻ വെള്ളി നക്ഷത്രം, മൈ ബോസ് ദിലീപിൻ്റെ, പിന്നെ ചെസ്സ്, ഇതൊക്കെ ഷൂട്ട് ചെയ്ത പാലസാണ്. ആ കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ്. അവിടെ നിന്നൊരു പാലം കണക്ട് ചെയ്ത് പോകുന്നത് അടുത്ത ദ്വീപിലേക്കാണ്, നമ്മുടെ വല്ലാറുപാടം എന്ന് പറയുന്ന സ്ഥലം. വല്ലാറുപാടം പള്ളിയൊക്കെയുള്ള ആ ഒരു ദ്വീപ്. വല്ലാറുപാടത്ത് നിന്നും അവസാനത്തെ ഒരു പാലം കണക്ട് ചെയ്ത് പോകുന്നത് അവസാനത്തെ ഗോശ്രീ ദ്വീപിലേക്കാണ്. വൈപ്പിൻ എന്ന പേരുള്ള മറ്റൊരു ഐലൻഡ്. അങ്ങനെ മുളവുകാട്, വല്ലാറുപാടം, വൈപ്പിൻ, ഇതിങ്ങനെ 3 ഐലൻഡ്സിനെയും കൂടി നമ്മൾ ഒരുമിച്ച് പറയുന്നത് ഗോശ്രീ ദ്വീപുകൾ എന്നാണ്. ഗോശ്രീ പാലങ്ങളും ആ കണക്ട് ചെയ്ത പാലങ്ങൾ ഗോശ്രീ പാലങ്ങൾ പറയും. അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും കപ്പൽശാലയിലൂടെയാണ്. നമ്മുടെ വലത്ത് വശത്ത് നമ്മളവിടെ കണ്ട ഒരു ചാനൽ ബോയ്, റെഡ് കളർ ബോയ് ഇവിടെ കാണാം. കണ്ടോ? വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ?
ലെഫ്റ്റ് സൈഡിൽ നോക്കി ഇടത് വശത്ത് ഒരു ഗ്രീൻ കളറാണ്. ഇത് കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒരുപാട് ആഴം കൂടിയിട്ടുള്ള സ്ഥലമാണ്. ഡ്രാഫ്റ്റ് ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇടത്ത് വശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു വാക്ക് വേ, ഒരു നടപാത കാണാം കേട്ടോ. നമ്മുടെ ഒരുപാട് സിനിമകൾ ഇവിടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദം ജോൺ തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വാക്ക് വേ. ഈ ആ വാക്ക് വേയുടെ അവസാനം നമുക്കൊരു പാർക്ക് കാണാം. ആ പാർക്കിൻ്റെ പേര് പ്രിയദർശിനി പാർക്ക് എന്നാണ്. നമ്മുടെ വെള്ളി നക്ഷത്രം കണ്ടിട്ടില്ല, സിനിമ കണ്ടിട്ടില്ല നിങ്ങൾ? ഇങ്ങനത്തെ കുക്കുരു കുക്കുരിക്കൻ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, കേട്ടുണ്ടോ? കുക്കുരു കുക്കുരുക്കൻ കേട്ടുണ്ടോ? ആ ഉണ്ട്. ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവിടെ നേഴ്സറി കാണിക്കുന്നുണ്ട്. ആ നേഴ്സറിയൊക്കെ ഇതിനകത്താട്ടോ. അവിടെ ആ പാർക്കിൽ റൈറ്റ് സൈഡിൽ വലത്ത് വശത്ത് അറ്റത്തായിട്ട് നിങ്ങൾക്കൊരു പച്ച കളറുള്ള ഷെഡ് കാണാം. ആ ഷെഡിനടിയിൽ ഒരു കുഞ്ഞ് ബോട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴും. ചെറിയൊരു ബോട്ട്. ആ ബോട്ടിന് 480 വർഷം പഴക്കമുണ്ട്. 480 വർഷം പഴക്കമുള്ള ദൊറോത്തി എന്ന് പേരുള്ള ബോട്ടാണ്. കേട്ടല്ലേ? ദൊറോത്തി കേട്ടിട്ടുണ്ടാവും അല്ലേ? ദൊറോത്തി മദാമ. അതായത് ഈ ബോട്ട് എന്ന് പറയുന്നത് ഈ വില്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മിക്കാൻ വേണ്ടി വന്ന ആളുടെയാണ്. സർ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന ഹാർബർ എഞ്ചിനീയറുടെ പേഴ്സണൽ ലോഞ്ചാണ് ആ ദൊറോത്തി എന്ന് പറയുന്ന ബോട്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്ത ബോട്ടാണ്. ദൊറോത്തി എന്ന് പറയുന്നത് ബ്രിസ്റ്റോയുടെ സഹോദരിയാണ്. സഹോദരൻ്റെ പേരാണ് ആ ബോട്ട് ഇട്ടിരിക്കുന്നത്. പിന്നീട് ഈ ബോട്ട് യൂസ് ചെയ്തത് അഗതികളുടെ അമ്മ എന്ന് നമ്മൾ ആരെ വിളിക്കുക? അഗതികളുടെ അമ്മ മദർ തെരേസ. അതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കുടുംബത്തിലുള്ള 3 പ്രധാനമന്ത്രിമാരെ ആയിരിക്കുക: നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. ഇവരൊക്കെയാണ് പിന്നീട് ആ ബോട്ട് യൂസ് ചെയ്തത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ ബോട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫുട്ബോൾ ദൈവം എന്ന് വിളിക്കുന്ന മറഡോണയാണ്. കൂടുതൽ കാലം ഈ ബോട്ട് യൂസ് ചെയ്തത് മറഡോണയാണ്. 480 വർഷമായിട്ട് വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ദൊറോത്തി എന്ന് പറയുന്ന ബോട്ട് ലെഫ്റ്റ് സൈഡിൽ. അതുപോലെ ഈ കാണുന്ന റഡാർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന 4 കെട്ട് പോലെയുള്ള ഈ ടെമ്പിൾ ഷേപ്പിൽ അമ്പലം പോലിരിക്കുന്ന ബിൽഡിംഗ് ആണ് കൊച്ചിൻ പോർട്ട് കൺട്രോളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. കൊച്ചി അതിർത്തിയിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളും വെസലുകളും ബോട്ടുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാഗറാണി പോലെ. നമ്മളെപ്പോൾ കാസ്റ്റ് ഓഫ് ചെയ്യണം, ഏത് ചാനലിലൂടെ സഞ്ചരിക്കണം, കപ്പൽ എവിടെ നിന്ന് ഏതെങ്കിലും എൻ്റർ ചെയ്യുന്നുണ്ടോ, കടലിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്, കടൽ എന്താ പറയുക, റഫായിട്ട് നിൽക്കുകയാണോ, കാമാണോ എന്നൊക്കെ നമുക്ക് പറയുന്നത് കാലാവസ്ഥ അനുസരിച്ച് എത്ര ദൂരം നമുക്ക് കടലിലേക്ക് പോവാം, ഇതൊക്കെ നമ്മൾക്ക് ഇൻഫർമേഷൻ തരുന്നത് പോർട്ട് കൺട്രോളിൻ്റെ ഓഫീസാണ്. അതിന് തൊട്ട് പുറകിൽ കാണുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച 5 സ്റ്റാർ ഹോട്ടലാണ് താജ് ഗ്രൂപ്പിൻ്റെ താജ് മലബാർ എന്ന് പറയുന്ന ഹോട്ടലാണ്. അത് നിൽക്കുന്നത് വില്ലിംഗ്ടൺ ഐലൻഡാണ്. അപ്പോൾ ഈ വില്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മിക്കാൻ വേണ്ടി വന്ന സായിപ്പുമാരുടെ കൂടെ പണ്ട് അവർ വന്നപ്പോൾ ഒരു കുരങ്ങനെ കൊണ്ടുവന്നായിരുന്നു. റാം എന്നായിരുന്നു ആ കുരങ്ങൻ്റെ പേര്, രാമൻ. അവരുടെ വളരെയധികം അനുസരണാശീലിയായിരുന്നു ആ കുരങ്ങൻ. പക്ഷേ ഈ വില്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി അവർ തിരിച്ചു പോകാൻ സമയമായപ്പോൾ ഈ കുരങ്ങൻ മാത്രം അവരുടെ കൂടെ പോകാൻ കൂട്ടാക്കിയില്ല. പുള്ളിക്കാരൻ ആ കാണുന്ന കാട് കണ്ടോ? അത് വലിയൊരു കാടാണ്. പണ്ടൊരു ഒറ്റപ്പെട്ടൊരു കാട് പ്രദേശമായിരുന്നു. അതിനകത്തേക്ക് ഓടിക്കയറി പോയി. പിന്നീട് എത്ര തിരഞ്ഞിട്ടും ഈ കുരങ്ങനെ കണ്ടെത്താൻ സാധിക്കാതെ അവസാനം തിരച്ച് മതിയാക്കി മടുത്ത് ഇവിടുന്ന് കപ്പൽ കയറി പോയതാണ് സായിപ്പന്മാർ. പക്ഷെ ആ കുരങ്ങൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് രാമൻ തുരുത്ത് തെറ്റിരിക്കുന്ന സ്ഥലമാണ്, പേരിട്ടിരിക്കുന്ന സ്ഥലമാണ് റാം ഐലൻഡ് എന്ന് വിളിക്കും. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിൽ 2 കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം പോളിംഗ് ബൂത്ത് ഇടുന്ന സ്ഥലമാണ്. 2 കുടുംബങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പോളിംഗ് കേട്ടിട്ടുണ്ടോ? ഇപ്പോഴും കേട്ടോ, സ്റ്റിൽ കഴിഞ്ഞ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 5 ഫാമിലീസ് ഉണ്ടായിരുന്നു. 5 ഫാമിലീസിൽ 3 ഫാമിലീസ് ഇപ്പോൾ ഇവിടുന്ന് മാറി താമസിക്കുകയാണ്. കാരണം ഇവിടെ മലമ്പാമ്പ് കൂടുതലുള്ള സ്ഥലമാണ്. മലമ്പാമ്പ്, വിഷപ്പാമ്പുകൾ കൂടുതലുള്ളൊരു ഏരിയ ആണ് അത് രാമൻതുരുത്ത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി 2-3 ഫാമിലി ഇവിടുന്ന് മാറി താമസിക്കുകയാണ്. അപ്പോൾ 2 ഫാമിലീസാണ് ഉള്ളത്. 7 പേർക്ക് വേണ്ടി മാത്രം കേരളത്തിൽ പോളിംഗ് ബൂത്ത് ഇടുന്ന ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ, രാമൻതുരുത്ത്. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് വല്ലാർപാടം എന്ന് പറഞ്ഞ ഐലൻഡാണ്. ഇവിടെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, DP വേൾഡ്, ദുബായ് പോർട്ട് വേൾഡ് എന്നാണ് അതിൻ്റെ പേര്. ഏകദേശം 600 മീറ്റർ നീളമുള്ള തുറമുഖമാണ്. നിങ്ങൾ അവിടെ വലിയ ക്രെയിനുകൾ കണ്ടോ? 6 ക്രെയിനുകൾ, വളരെയധികം കപ്പാസിറ്റിയുള്ള ക്രെയിനുകളാണ്. സൂപ്പർ പോസ്റ്റ് പനാമാക്സ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഹൈഡ്രോളിക് ക്രെയിനുകളാണ്. ഈ ക്രെയിനുകൾ ഒരു ത്രാസായിട്ട് കൂടെ വർക്ക് ചെയ്യും. അതായത് ഈ ക്രെയിൻ യൂസ് ചെയ്തിട്ട് ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ 1,00,000 കിലോഗ്രാം വരെ സിമ്പിളായിട്ട് ലിഫ്റ്റ് ചെയ്യാം. 1,00,000 കിലോഗ്രാമും അതിന് മേലെയും ഭാരം സിമ്പിളായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ക്രെയിനാണത്. മാത്രമല്ല ഈ ക്രെയിൻ യൂസ് ചെയ്ത് ഓരോ കണ്ടെയ്നർ പൊക്കുമ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ കൃത്യമായിട്ടുള്ള വെയിറ്റ് എത്രയാണെന്ന് ത്രാസിൽ തന്നെ എഴുതി കാണിക്കും, അല്ലെങ്കിൽ ആ ക്രെയിനിൽ തന്നെ എഴുതി കാണിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ഇത് കൊച്ചിൻ പോർട്ടും ദുബായ് പോർട്ടും ഒന്നിച്ച് സംയുക്തമായിട്ട് നടത്തി വരുന്ന പ്രോജക്റ്റാണ്. ഇപ്പോൾ 3,800 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. 30 വർഷത്തെ കോൺട്രാക്റ്റാണ് കൊച്ചിൻ പോർട്ടും ദുബായ് പോർട്ടുമായിട്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ പ്രോജക്റ്റ് റൺ ചെയ്യുന്നത്. DP വേൾഡ്. ഇനി അടുത്തൊരു സ്ഥലം
അടുത്ത സ്ഥലം നമ്മൾ റൈറ്റ് സൈഡ് നോക്കാം. കോസ്റ്റ് ഗാർഡ് ഏരിയയാണ്. നമ്മുടെ അതിർത്തി കാക്കുന്ന കപ്പലുണ്ട്, പെട്രോളിയം വെസൽസ് ആണ്. കടൽ മാർഗമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് കോസ്റ്റ് ഗാർഡാണ്. പിന്നെ യുദ്ധക്കപ്പൽ എന്ന് പറയാൻ പറ്റില്ല, പെട്രോളിയം ഷിപ്പുകളാണ്. യുദ്ധക്കപ്പലുകൾ എപ്പോഴും നേവിക്കാണുള്ളത്. പൈതൃക നഗരമാണ്, ഹെറിറ്റേജ് സോൺ, പുരാതന മേഖല എന്നൊക്കെ പറയും. പഴയ കൊച്ചി, ഓൾഡ് കൊച്ചി. അവിടെ ഒരു പ്രത്യേകത, നിങ്ങൾ അറ്റത്തേക്ക് നോക്കി, ആ ഒരു സ്ഥലത്തിന് അറ്റത്തേക്ക് നോക്കി, അവിടെ ഹൈറ്റ് കൂടുതലുള്ള ബിൽഡിങ്സ് ഒന്നും കാണാൻ പറ്റില്ല. ഉയരം കൂടിയ കെട്ടിടങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം. കാരണം ഇവിടെ നിന്ന് ഒരു ബിൽഡിംഗ് പോലും പൊളിച്ചു മാറ്റാനോ പണിതുയർത്താനോ പാടില്ല എന്ന് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവുണ്ട്. ഇൻ കേസ് ഇവിടെ ഒരു ബിൽഡിംഗ് നിർമ്മിക്കണമെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ ശൈലി പുരാതനമായിട്ടുള്ളതായിരിക്കണം, പഴയ കാലത്തുള്ള ബിൽഡിങ്സ് പോലെ നിർമ്മിക്കണം എന്നാണ് ഉത്തരവ്. 100 വർഷം മുതൽ 800 വർഷം വരെയൊക്കെ പഴക്കമുള്ള ബിൽഡിങ്സുകൾ ഇപ്പോഴും പൊളിച്ചു മാറ്റാതെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പൈതൃക നഗരമാണ് ഈ കാണുന്ന മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം. മട്ടാഞ്ചേരി കേട്ടിട്ടുണ്ടോ? മട്ടാഞ്ചേരി എന്തൊക്കെയാണ് മട്ടാഞ്ചേരി പേര് കേട്ടിട്ടുള്ളത്? ജൂതത്തെരുവ് അല്ലേ, ജൂതപ്പള്ളി. ജൂതന്മാരുടെ ആരാധന ഇപ്പോഴും ഇന്ത്യയിൽ നടക്കുന്ന ഒരേ ഒരു ദേവാലയം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ അത് മട്ടാഞ്ചേരിയിൽ മാത്രമേ ഉള്ളൂ, ജൂതപ്പള്ളി. ഇപ്പോഴും ആരാധന നടക്കുന്നില്ല. അങ്ങനെ ജൂതപ്പള്ളി, ജൂതത്തെരുവ്, ഡച്ച് പാലസ്, ഡച്ച് സിമിട്രി, സിനഗോഗ്, പോലീസ് മ്യൂസിയം, സ്പൈസ് മാർക്കറ്റ്, കൂനം കുരിശ്, വാസ്കോഡ ഗാമ സ്ക്വയർ. നമ്മൾ ഇന്ത്യയിലെ വാസ്കോഡ ഗാമ ആദ്യമായിട്ട് വന്ന സ്ഥലം ഏതാ? കാപ്പാട് അല്ലേ, കോഴിക്കോട് കാപ്പാട്. രണ്ടാം തവണ വന്ന സ്ഥലം ഏതാ? രണ്ടാം തവണ വന്ന സ്ഥലം അല്ലേ, എല്ലാവർക്കും ആദ്യ സ്ഥലം മാത്രമേ ഉള്ളൂ. രണ്ടാം തവണ വന്നത് എവിടെയാണ് കേട്ടോ. മൂന്നാം തവണ വന്നത് എവിടെയാണ്? അദ്ദേഹം മരണപ്പെട്ടത്, വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ചരിത്ര പുരുഷൻ മരണപ്പെട്ടത് മുഴുവച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന കല്ലറ തൊട്ടടുത്ത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലൂടെ കല്ലറയുണ്ട്. ബോഡി അതിനകത്തില്ലാന്നറിയാം. പണ്ട് കാലത്ത് നമുക്ക് ഹിസ്റ്ററിയിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അവിടുത്തെ അതിൻ്റെ മകൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് രാത്രി കുഴിമാടം തുറന്നിട്ട് ശരീരം കട്ടുകൊണ്ടുപോയി. അങ്ങനെയൊക്കെ സംഭവം പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അത് പോർച്ചുഗീസിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഉള്ളത്. കല്ലറ ഇപ്പോഴും നമുക്ക് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ കാണാൻ പറ്റും. മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് റോഡുകളിൽ ടാറിടുന്നത് ഇവിടെയാണ്. ടാറിട്ട റോഡ് ആദ്യമായിട്ട് വന്ന സ്ഥലമാണ് കേരളത്തിൽ. ആദ്യമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ്, വഴിവിളക്ക് എന്ന് പറയുന്നൊരു സംഭവം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ഇവിടെയാണ്. അതുപോലെ എങ്ങനെയുള്ള കാര്യം, കരണ്ട്, വൈദ്യുതി. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതി എന്താ പറയുന്നത്? കേരളത്തിൽ ആദ്യമായിട്ട് ബൾബ് തെളിയുന്നതെന്ന് പറയാം. ഒരു വീട്ടിൽ ബൾബ് കത്തുന്നത് ഇവിടെയാണ്. പിന്നെ അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആദ്യമായിട്ട് വരുന്ന സ്ഥലം. ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ച 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് കോട്ടയമാണ്, 2 മട്ടാഞ്ചേരി. പിന്നെ അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ്, തപാല ആദ്യമായിട്ട് ആരംഭിക്കുന്ന സ്ഥലം മട്ടാഞ്ചേരിയാണ്. ആദ്യമായിട്ട് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന സ്ഥലമാണ്, പള്ളിക്കൂടത്തിൽ പോകാൻ തുടങ്ങിയ സ്ഥലം. വോൺസ് എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് ആരംഭിച്ച സ്ഥലം മട്ടാഞ്ചേരിയാണ്. എറണാകുളം കൊച്ചി കോർപ്പറേഷൻ നമ്പർ 1 ആണ് കേട്ടോ. 1 ആണ് മട്ടാഞ്ചേരി, തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ബിൽഡിങ്സ് തന്നെ പൊളിഞ്ഞു പോയാൽ കുഴപ്പമില്ല, പൊളിച്ചു മാറ്റാൻ പാടില്ല എന്നാണ് കേട്ടോ. നിങ്ങൾ പൊളിഞ്ഞു കിടക്കുന്നൊരു ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള കെട്ടിടമാണ്. പ്രധാനമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചാർലി എന്ന് പറയുന്ന ദുൽഖറിൻ്റെ പടമില്ലേ, കണ്ടിട്ടുണ്ടോ? ചാർലിയിൽ ദുൽഖർ താമസിക്കുന്നതായിട്ട് കാണിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ സെറ്റ് ഇട്ടിരുന്നതിനകത്താണ്. അതുപോലെ താഴെ കാണുന്ന സ്ഥലത്ത് നമ്മളെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, മമ്മൂട്ടിയുടെ, ശ്രീനിവാസിൻ്റെ. ഉണ്ടോ? അതിനകത്ത് മമ്മൂട്ടിൻ്റെ ശ്രീനിവാസിനെ കൊണ്ടുവന്ന് ലാസ്റ്റ് കൊണ്ടൊരു തൂണിൽ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടിയിടും മമ്മൂട്ടി. ആ ഒരു സംഭവങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ ബിൽഡിംഗ് ആട്ടോ. തന്നെ പൊളിഞ്ഞു പോകാം, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നിന്ന് ഒരു കാരണവശാലും ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റാൻ പാടില്ല എന്ന് ഉത്തരവുണ്ട്.